നമസ്കാരം. എംബ്രേസ് ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ദിവസം വളരെ വൈറലായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. കുറച്ച് പ്രായം ചെന്ന ഒരാൾ ട്രെയിൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിനിൻ്റെ ട്രാക്കിൽ കമന്ന് കിടന്നിട്ട് ട്രെയിൻ പോയി കഴിഞ്ഞ ശേഷം എണീറ്റ് പോകുന്ന ഒരു രംഗം. ഇത് വളരെ വൈറലായിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തെ മറ്റ് ചാനലുകളൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്താണ് ഈ കാര്യം സംഭവിക്കുന്നത്. അതിനെപ്പറ്റി പലർക്കാരും ആ സമയത്ത് സംസാരിച്ചു, പറഞ്ഞു അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നടത്തുമൊക്കെ കാരണമായിരിക്കാം. പക്ഷെ അദ്ദേഹം ചാനലുകളിലൊന്നും പറഞ്ഞ് ഞാൻ മദ്യപിക്കാറില്ല. അപ്പം അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ, അദ്ദേഹം ഇതിൻ്റെ ട്രാക്കിൻ്റെ അടിയിൽ കിടന്ന് രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്. എപ്പോഴെങ്കിലും അബദ്ധത്തിൽ ട്രാക്കിൽ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴിയാണത് നന്നായിട്ട് കമന്ന് കിടക്കുക, അനങ്ങാതിരിക്കുക, തല പരമാവധി താഴ്ത്തി ചരിച്ചിട്ട് വെച്ചിട്ട്. എങ്കിലും ചിലപ്പം ആക്സിഡൻറ്റിൽ പെട്ടാനുള്ള അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ട്രെയിനിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ഭാഗം താഴ്ന്നു കിടക്കുകയോ അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടത്തിന് സാധ്യതയുണ്ട്. മേ ബി. എന്നാലും പൂർണ്ണമായിട്ട് ഇടിച്ച് തെറിക്കുന്നതിനേക്കാളും നല്ലത് ശ്രമിക്കുക എന്നുള്ളതാണ്. പറയാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നാണ്. അദ്ദേഹം പറഞ്ഞ ഞാൻ ട്രെയിൻ വന്നത് അറിഞ്ഞില്ല, തൊട്ടടുത്ത് എത്തിയിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒരു സ്കൂൾ ബസ്സിലെ ക്ലീനറാണ്. അദ്ദേഹം ബസ്സിൽ പോകുന്ന ഒരു കുട്ടിയുടെ പാരൻ്റ് വിളിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞ് പെട്ടെന്നാണ് ട്രെയിൻ തൊട്ടടുത്തെത്തിയപ്പോഴാണ് കാണുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. 2017 തോന്നുന്നു ബ്രിട്ടനിൽ പാർലമെൻറ്റിൽ ഒരു ചർച്ച വന്നു. 2003 മുതൽ അവിടെ ബ്രിട്ടനിലെ അൺഹോൾഡ് ഫോണ് ബാൻഡാണ്. അപ്പം ഈ ചർച്ച വന്നിരുന്നത് എന്താണെന്ന് പറഞ്ഞാണെങ്കിൽ ഹാൻഡ് ഫ്രീ മൊബൈലും ബാൻ ചെയ്യണമെന്നാണ്. മൊബൈൽ കയ്യിൽ പിടിക്കുന്നുണ്ടോ, ഒരു കൈ നമ്മുടെ എൻഗേജ്ഡ് ആണെന്നല്ല വിഷയം, ബ്രെയിൻ എൻഗേജ്ഡ് ആണെന്നു എന്നതാണ് വിഷയം. നല്ല പഠനങ്ങൾ പറയുന്നത് മൊബൈൽ നമ്മൾ ഉപയോഗിക്കും 36% നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസ് കുറയുന്നു. നമ്മുടെ ഫോക്കസ് മൊബൈലിലേക്ക് പോകും, നമ്മുടെ ശ്രദ്ധ കുറയും. ഈ ഒരു ട്രെയിൻ വരുന്ന പോലെ വലിയ ശബ്ദത്തോടെ വരുന്ന ട്രെയിൻ ഹോൺ അടിച്ചിട്ടുണ്ട്, ട്രെയിനിൻ്റെ ശബ്ദമുണ്ട്, നേരെ മുന്നോട്ടാണ് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോലും നമ്മുടെ ബ്രെയിനിലേക്ക് അത് ഇങ്ങനൊരു കാര്യം എത്താതിരിക്കാൻ കാരണം നമ്മളൊരു ബ്രെയിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ TV കാണുമ്പോഴോ അല്ലെങ്കിൽ മൊബൈൽ സംസാരിക്കുമ്പോഴൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മുടെ ചെവി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഫോക്കസ് കുറയും. ഓരോ കാര്യങ്ങളും നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ബ്രെയിൻ സ്വിച്ച് ചെയ്യും, ടാസ്കിൻ്റെ ഇടയിൽ മാറി സ്വിച്ച് ചെയ്യും, അതിൻ്റെ ഇടയ്ക്കുള്ള മിസ്സാവും. അപ്പോൾ മൊബൈൽ ഫോൺ ഈ ഒരു ട്രാക്കിലൂടെ വലിയ ശബ്ദത്തിൽ വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? 36% നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പല വാഹനങ്ങളും ഇപ്പം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വാഹനങ്ങളുടെ ഗതാഗതം എന്ന് പറഞ്ഞാൽ ലൈൻ ഡിസിപ്ലിനോടെ വാഹനം ഓടിക്കുന്ന ഒരു കൾച്ചർ, നല്ല മികച്ച കൾച്ചറില്ല. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ എപ്പോഴും സൈഡിൽ നിന്ന് വണ്ടി കയറി വരാം, പെട്ടെന്ന് ആൾ കയറി വരാം, പെട്ടെന്ന് മുന്നിലെ വണ്ടി ബ്രേക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ അപകടത്തിനുള്ള സാധ്യതയാണ് മുന്നിലുള്ള വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിയാക്ഷൻ ടൈം കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. 0.15 സെക്കൻഡ്സ് ടു 0.3 സെക്കൻഡ്സ് ആണ് നല്ല കോൺസെൻട്രേഷനുള്ള സാധാരണ ഒരാളുടെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ഷൻ ടൈം കൂടുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാനുള്ള ടൈം കൂടും, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും. ആ സമയത്ത് മുന്നിൽ ബമ്പർ ടു ബമ്പർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് മുന്നിലുള്ള വണ്ടിയിൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നു, അതുകൊണ്ട് അതെങ്ങനെ ഡ്രൈവിങ്ങിൽ എഫക്റ്റ് ചെയ്യും, ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ആ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ ഓരോ റോഡ് ഉപയോക്താവിനും, അത് ഡ്രൈവേഴ്സിന് മാത്രമല്ല പെഡസ്ട്രിയൻ ആയാലും ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ക്രോസ് ചെയ്യുന്ന ആളുകളെ കാണും. പ്രത്യേകിച്ച് വളരെ പെൺകുട്ടികളൊക്കെ ഒരു സൈഡിലേക്ക് മാത്രം നോക്കുന്നത് കാണുന്നില്ല. അവർ ഫോക്കസ് ഇല്ല, അവർക്ക് ശ്രദ്ധ പോവില്ല. മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, ശ്രദ്ധ കുറയും, പിന്നെ ബ്രെയിൻ ഈ ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഇതിന് വ്യക്തമായ അവയർനെസ് കൊടുക്കുന്ന ക്ലാസ്സുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണം. ഇതും കൂടെ റോഡ് സുരക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വീണ്ടും കാണാം.